നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയുള്ള വിജയത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി. ഉമ്മൻചാണ്ടിക്ക് പുഷ്പാർച്ചന നടത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ വിജയം ഉമ്മൻചാണ്ടിക്ക് സമർപ്പിച്ചു. തെരഞ്ഞെടുപ്പിന് പുറപ്പെടുന്നതിന് തൊട്ടു മുൻപും ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ചിരുന്നു രാഹുൽ. വർഗീയ ശക്തികളുടെ വോട്ട് താൻ വാങ്ങിയിട്ടില്ല എന്ന് മാധ്യമപ്രവർത്തകരോട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ കല്ലറ തനിക്ക് വൈകാരിക അടുപ്പമുള്ള ഇടമാണ്. പാലക്കാട്ടേത് ജനങ്ങളുടെ വിജയമാണ്. വർഗീയ ശക്തികളുടെ വോട്ട് വാങ്ങിയിട്ടില്ല. എതിരാളികൾ തോൽവി അംഗീകരിക്കണമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. 2025 പാലക്കാട് നഗരസഭ തിരിച്ചുപിടിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് രാഹുൽ പ്രഖ്യാപിച്ചു. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മാത്രമല്ല, പാലക്കാട് ജില്ലയിൽ തന്നെയാണ് കോൺഗ്രസ് പുലിയിറങ്ങിയത്. CPMന്റെ ചില സൈബർ ഗ്രൂപ്പുകളിൽ ഇതിനകം തന്നെ ചില ക്യാപ്സ്യൂളുകൾ ഇറങ്ങി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സൂക്ഷിക്കണമെന്നാണ് മുഖ്യ ക്യാപ്സ്യൂൾ. അവൻ അപകടകാരിയാണ്. ആ ഓർമ്മപ്പെടുത്തൽ സൈബർ ഇടങ്ങളിൽ സൈബർ സഖാക്കൾ പരസ്പരം കൈമാറുന്നു. പിണറായി വിജയൻ സർക്കാരിനെതിരെ തെരുവുകളിൽ പോരാടി ചോര വീഴ്ത്തുകയും ജയിലിൽ കിടക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. എന്റെ സാന്നിധ്യം നിയമസഭയിൽ പാടില്ല എന്ന് ചിലരൊക്കെ തീരുമാനിച്ചിരുന്നു. ജനങ്ങളുമായി സംസാരിക്കേണ്ട തെരഞ്ഞെടുപ്പ് സമയത്ത് എന്നെ വിവാദങ്ങളിലേക്ക് വലിച്ചിട്ടു. ഇതെല്ലാം ജനം കാണുന്നുണ്ട് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. വ്യക്തിപരമായ അധിക്ഷേപത്തിനാണ് CPM ശ്രമിച്ചത്. അതിന് ജനം വോട്ടിലൂടെ മറുപടി കൊടുത്തു. പാലക്കാട് നഗരസഭയുടെ ഭരണം പിടിക്കുകയാണ് അടുത്ത ലക്ഷ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ ശക്തമാക്കും. ഷാഫി പറമ്പിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് തന്റെ മുഖ്യ ദൗത്യം. കരുത്തനായ സമര പോരാളിയെ നിയമസഭയിൽ കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നു. ആവേശം കോൺഗ്രസ് പ്രവർത്തകരിലും നേതാക്കളിലുമൊക്കെ ഇപ്പോൾ പ്രകടമാണ്. സമൂഹ മാധ്യമങ്ങളിൽ രാഹുലിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളിലും ഇത് പ്രകടമാണ്. നവകേരള ബസ്സിനു നേർക്ക് ഒരിക്കൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയപ്പോൾ അതിനെ കായികമായി നേരിട്ട CPM പ്രവർത്തകരും ഗുണ്ടകളും പോലീസുമൊക്കെ. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ മാർച്ചാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ നടന്നത്. ഈ സമരത്തിന്റെ പേരിൽ പുലർച്ചെ വീട് വളഞ്ഞ് അമ്മയുടെ മുന്നിൽ വെച്ച് അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തോളിൽ കടന്നുപിടിക്കാൻ ശ്രമിച്ചപ്പോൾ അന്ന് രാഹുൽ ചൂണ്ടുവിരലുയർത്തി ആ പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, നീ എൻ്റെ ദേഹത്ത് തൊട്ടുപോകരുത്. ആ യുവാവിൻ്റെ മുഖം അന്ന് കേരളം ഓർത്തുവെച്ചു. ഇന്ന് പാലക്കാട്ടെ ജനത ആ യുവാവിന് വേണ്ട അംഗീകാരം കൊടുത്തിരിക്കുന്നു. 35 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് കൊടുങ്കാറ്റായി കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് എത്തുന്നത്. പിണറായി വിജയനെതിരെ സമരഘട്ടത്തിൽ അതിശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ച, വിമർശനങ്ങൾ ഉന്നയിച്ച ആ സമരനായകന് ഒരു തട്ടകം കിട്ടി. പിണറായി സർക്കാരിനെതിരെയുള്ള സമരത്തിന്റെ പേരിൽ പലതവണ രാഹുൽ തെരുവിൽ ചോര ചിന്തി. പോലീസിന്റെ കൊടിയ മർദ്ദനങ്ങൾക്ക് മുന്നിൽ പുതിയ സമര പ്രതീകമായിരുന്നു രാഹുൽ. കഴിഞ്ഞ കുറെ കാലമായി നിർവീര്യമായി കിടന്നിരുന്ന യൂത്ത് കോൺഗ്രസിനെ സമരസംഘടനയാക്കി മാറ്റിയത് രാഹുലിന്റെ തീഷ്ണമായ സമര രീതികൾ തന്നെ. ഷാഫി പറമ്പലിന് പിൻഗാമിയായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ മാങ്കൂട്ടം കടന്നു വരുമ്പോൾ അത് കോൺഗ്രസ് യുവനിരയ്ക്ക് കൂടുതൽ കരുത്തായി. അതുതന്നെയാണ് ഇപ്പോൾ VD സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ പ്രതീക്ഷയും. ഒരു യുവനിര കോൺഗ്രസിൽ ശക്തമായിരിക്കുന്നു. രാഹുലിന്റെ മുത്തച്ഛന്റെ ജ്യേഷ്ഠന്റെ മകനാണ് KPCC മുൻ അധ്യക്ഷൻ തെന്നല ബാലകൃഷ്ണപിള്ള. രാഹുലിന് 6 വയസ്സുള്ളപ്പോൾ അച്ഛൻ രാജേന്ദ്രക്കുറുപ്പ് മരിച്ചു. അതിനുശേഷം അമ്മ ബീനയായിരുന്നു രാഹുലിനെല്ലാമെല്ലാം. അതേ അമ്മയുടെ മുന്നിൽ വെച്ചാണ് പോലീസ് മൃഗീയമായി അതിരാവിലെ വീട് വളഞ്ഞ് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത്. അന്ന് കണ്ണീരോടെ അമ്മ പറഞ്ഞു, എൻ്റെ മകനെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. ടെലിവിഷൻ ചർച്ചകളിൽ മൂർച്ചയുള്ള പ്രയോഗങ്ങളുമായി നിറഞ്ഞു നിന്ന രാഹുൽ മാങ്കൂട്ടം ഇനി തൻ്റെ പുതിയ യുഗം തുറക്കുന്നു. നിയമസഭയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ കുതിപ്പ് മറ്റൊരംഗത്തിനുള്ള വേദി തുറന്നിടുന്നു. എന്നും ചാനലുകളിൽ കോൺഗ്രസിനെ പ്രതിരോധിച്ച് താരമായി വളർന്ന രാഹുൽ മാങ്കൂട്ടം ഇനി മറ്റൊരു താരമായി ഉദയം ചെയ്യുന്നത് കേരളത്തിൻ്റെ നിയമസഭയിൽ തന്നെ. ഭാവി വാഗ്ദാനമെന്ന് ഇപ്പോൾ തന്നെ മാധ്യമങ്ങളും ചാനലുകളുമൊക്കെ ഈ ചെറുപ്പക്കാരന് മേൽ വിശേഷണം ചാർത്തുന്നു. വെറും താരപ്പകിട്ട് മാത്രമല്ല രാഹുലിൻ്റെ വിജയത്തിന് പിന്നിൽ. കൈയടക്കമുള്ള പ്രചരണ പരിപാടികൾ. കോൺഗ്രസിന്റെ ടീം വർക്ക് തന്നെയാണ് പാലക്കാട് വിജയത്തിന് കാരണമെന്ന് കോൺഗ്രസ് ഉറപ്പിച്ചു വിശ്വസിക്കുന്നു. പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ രാഹുലിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പ്രചരണ പരിപാടികളാണ് CPM അഴിച്ചുവിട്ടത്.
പത്തനംതിട്ടയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത രാഹുലിന് പാലക്കാട്ടെ സ്പന്ദനങ്ങൾ അറിയില്ല എന്ന് CPM നേതാക്കൾ പ്രസംഗിച്ചു. ജാതി പറഞ്ഞും വർഗീയത കുത്തിയിളക്കിയുമൊക്കെ ആദ്യം രാഹുലിന് അസ്വസ്ഥതകൾ വിതറാൻ CPM ശ്രമങ്ങൾ ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായിരുന്നു സതീശൻ ഷാഫി കൂട്ടുകെട്ടിൽ കോൺഗ്രസ് ഹൈജാക്ക് ചെയ്യപ്പെടുന്നു എന്ന ഫോർമുലയുടെ അവതരണം. പാലക്കാട് ഷാഫിയുടെ പേര് മുൻനിർത്തി സാമുദായികമായ ചില മുതലെടുപ്പുകൾക്കായിരുന്നു ആദ്യഘട്ടത്തിൽ ഇടതുപക്ഷം ശ്രമിച്ചത്. സ്വന്തം സമുദായത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാതെ പത്തനംതിട്ടക്കാരനായ രാഹുലിനെ ഇറക്കുമതി ചെയ്തത് ഷാഫി പറമ്പിലിൻ്റെ അതിബുദ്ധിയാണ് എന്നുവരെ ഇടതു കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചു. അത്യപൂർവമായ വിജയത്തിലൂടെ ഇപ്പോൾ നിയമസഭയിലേക്ക് കുതിക്കുന്ന രാഹുൽ മറ്റൊരു സന്ദേശമാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് നൽകുന്നത്. ഒരിക്കൽ കോൺഗ്രസിനെ സജീവമാക്കിയ ആന്റണി, ഉമ്മൻചാണ്ടി, സുധീരൻ ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് ഇപ്പോഴത്തെ യുവനിര ടീമും കോൺഗ്രസ് പ്രസ്ഥാനത്തിനും പ്രവർത്തകർക്കുമൊക്കെ കൈമാറുന്നത്. ഒരു കാലഘട്ടം തലമുറ മാറി മറ്റൊരു കാലഘട്ടത്തിലേക്ക് തലമുറയിലേക്ക് പകർന്നാടുകയാണ് കോൺഗ്രസ് എന്ന സംഘടന. ഒരിക്കൽ കോൺഗ്രസിന്റെ നെടുംതൂണായി നിന്ന AK ആന്റണി, ഉമ്മൻചാണ്ടി, K കരുണാകരൻ എന്നീ തലമുറയ്ക്ക് ശേഷം മറ്റൊരു തലമുറയുടെ ഉദയമാണ് നമ്മൾ കാണുന്നത്. അവിടെ VD സതീശനിലേക്ക് ആ ബാറ്റൺ കൈമാറിയെത്തുന്നു എന്ന് കോൺഗ്രസ് നേതാക്കൾ വിശ്വസിക്കുന്ന ഘട്ടമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്. രണ്ടാം പിണറായി വിജയൻ സർക്കാർ തുടർഭരണം നേടിയപ്പോൾ അന്ന് പ്രതിപക്ഷ സ്ഥാനം കൈമോശം വന്ന രമേശ് ചെന്നിത്തലയുടെ മനസ്സിൽ എന്നും സ്വപ്നമായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേര. VD സതീശൻ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലിരുന്നപ്പോൾ ഈ കസേരയിൽ എത്ര കാലം ഇരിക്കാൻ സതീശന് കഴിയും എന്ന സംശയം പാർട്ടിയിൽ ശക്തമായിരുന്നു. എന്നാൽ രമേശ് ചെന്നിത്തലയടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ വകഞ്ഞുമാറ്റി തൻ്റേതായ ഇടമൊരുക്കാൻ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ സതീശന് കഴിഞ്ഞു. അത്തരമൊരു ഘട്ടത്തിൽ സതീശന് കരുത്തായി നിന്നു ഷാഫി പറമ്പിൽ അടക്കമുള്ള യുവനിരയെങ്കിൽ അതിന് കൂടുതൽ കരുത്തു പകരുന്നു ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഈ വിജയം. പാലക്കാട് ഭൂരിപക്ഷം കോൺഗ്രസ് പ്രസ്ഥാനം ഭദ്രമാക്കി എന്നതിൻ്റെ നേർസാക്ഷ്യമല്ല. BJP ചേലക്കരയിൽ ഉയർത്തിയ വോട്ട് ശതമാനം കണ്ണു തുറന്ന് കോൺഗ്രസ് കാണേണ്ടതുണ്ട്. എന്നാൽ അതിലുമൊക്കെ അപ്പുറം ഭരണവിരുദ്ധത ഇനി ജനങ്ങളിലെത്തിക്കാൻ എത്രമാത്രം പ്രതിപക്ഷത്തിന് കഴിയും എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാണ്. നിയമസഭയിലെ പോരാട്ടങ്ങൾ കൂടുതൽ മൂർച്ചയുള്ളതാവണം. അത്തരം മൂർച്ചയുള്ള പോരാട്ടങ്ങൾക്ക് രാഹുൽ കൂടുതൽ ശക്തി പകരുമെന്നുറപ്പാണ്. അവിടെ ഷാഫി പറമ്പിലിൻ്റെ നിയമസഭയിലെ അസാന്നിധ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 18 മാസങ്ങൾ മാത്രം. ഏറ്റവും നിർണായകമായ കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കോൺഗ്രസും UDFും ഒക്കെ സഞ്ചരിക്കുന്നത്. അവിടെ ലീഗും മറ്റ് സാമുദായിക സംഘടനകളുമൊക്കെ പ്രസ്ഥാനം ഹൈജാക്ക് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും മുന്നിൽ നിൽക്കുന്നു. അചഞ്ചലമായി കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി പൊരുതി കോൺഗ്രസിനെ മറ്റൊരു തലത്തിലെത്തിക്കുക എന്ന ചരിത്രപരമായ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ള യുവനിര നേതാക്കൾ ഏറ്റെടുത്തിരിക്കുന്നത്. വിവാദ കൊടുങ്കാറ്റിൽ പെട്ടുലഞ്ഞ പിണറായി വിജയൻ ഇപ്പോൾ ഭരണവിരുദ്ധതയില്ല എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടത്തുന്നു. മറുവശത്ത് ചേലക്കരയുടെ വിജയമുയർത്തി ഏതു വിധേനയും പിടിച്ചു നിൽക്കാനുള്ള ശ്രമങ്ങളിലാണ് പിണറായി വിജയൻ. നിയമസഭയിൽ പിണറായിയെ നേർക്കുനേർ എതിരിടാനുള്ള താരം ഇതാ കൊടുങ്കാറ്റ് പോലെ തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തുമ്പോൾ അത് പിണറായി വിജയന്റെ മുട്ടിടിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തും എന്നതിൽ സംശയം വേണ്ട. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.